ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊട്ടയപ്പത്തിൻ്റെ പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് ഓർഡേഴ്സ്, 1.5 കിലോൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. റമദാനിൽ ഇതുപോലത്തെ ഓർഡേഴ്സ് ഉണ്ടായില്ല എന്ന് വിചാരിച്ച് നോക്കുമ്പം സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലത്തെ ഓർഡേഴ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഫൈനലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നോമ്പ് 15 കഴിഞ്ഞതിന് ശേഷം മറ്റു ഓർഡേഴ്സ് എല്ലാം കുറേ ബുക്കിംഗ് ആണ്. അപ്പോൾ അതൊക്കെ എന്നെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് കൊട്ടയപ്പം ചൂടാൻ വേണ്ടിയിട്ട് കേട്ടോ, 1 കിലോ കൊട്ടയപ്പം ചൂടാം. 1.5 കിലോ കൊട്ടയപ്പം കേട്ടോ ചൂടെന്നുള്ളത്. അതിന് 1 കിലോ വരെ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ വാങ്ങിയിട്ട് ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ട് വെച്ചത് കൊണ്ട് എനിക്കിപ്പോൾ കറക്റ്റ് അളവ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തൂക്കിയിട്ട് തന്നെയാട്ടോ അത് കുഴച്ച് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പാകം കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ കൊട്ടപ്പം ശരിയായില്ല, പൊട്ടിപ്പോവും, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിൽ തന്നെയാട്ടോ ഞാൻ കൊട്ടപ്പം ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1 കിലോ മൈദയ്ക്ക് 7 മുട്ട എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നുള്ളത്. കൊട്ടയപ്പം ചുടാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പിയുടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല പാല് കുഴച്ചെടുക്കണവ. ഇത് കുഴച്ചെടുക്കുന്നതിലാണ് ഇത് അടിപൊളിയായിട്ട് വരുന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ കുറച്ച് പാട്. പിന്നെ ഈ പാത്രത്തിലിട്ടൊക്കെ കുഴച്ചെടുക്കുന്നതായിട്ടും ബെറ്ററില്ലേ, കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഇങ്ങനെ കൈ കൊണ്ട് ചവിട്ടി കുഴക്കലെന്നിരുന്നില്ല, അങ്ങനെ കുഴച്ചെടുക്കലാണ് കേട്ടോ ഇത് ടേസ്റ്റായിട്ട് വരൽ. അപ്പോൾ ഈ പാത്രത്തിൽ കുഴക്കാൻ എനിക്ക് കുറച്ച് പാടാണ്. ഞാൻ ഇങ്ങനെ ഏകദേശം ഒരു പാകമാക്കിയിട്ട് വെക്കും. രണ്ടാമത് ഫൈനൽ കുഴക്കലില്ലേ, പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 7 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ല അങ്ങനെ അരിച്ചെടുക്കുക. വെറും മുട്ട മാത്രമായിട്ടാണ് അരിച്ചെടുക്കുന്നുള്ളത്. പഞ്ചസാര അധികകാലം പഞ്ചസാര അതിലേക്ക് തന്നെയാണ് ഇടൽ. ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ട് ഈ മൈദയിലേക്ക് മിക്സാക്കി കൊടുക്കുകയാണ്. പഞ്ചസാരയും ഏകദേശം എല്ലാം പൊടിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പി ഒന്നും പറയില്ല, എന്നാലും നമുക്ക് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഈസി ആകുന്നുണ്ട്. ഈ കുഴച്ചെടുക്കാൻ പാടും, പിന്നെ കട്ടാക്കി എടുക്കാനും കുറച്ചുകൂടി പാട്. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇത് കുറച്ചൊരു പണിയായിട്ട് വരുന്നുള്ളത്. പിന്നെ നല്ല അടിപൊളി അപ്പമാണ്. എത്ര മാസം വെച്ചാലും ഒന്നും ആകാൻ പോകുന്നില്ല. നല്ല അടിച്ചറപ്പുള്ള പാത്രത്തിൽ വെച്ചെങ്കിലേ അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഈ അപ്പം. കാസർഗോട്ടാളെ പുരയിൽ പെരുന്നാൾക്ക് കൊട്ടപ്പില്ലാത്ത ഒരു പുരയും ഉണ്ടാവില്ല. അത്രക്കും എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. ഒന്നാമത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഒറിജിനൽ കൊട്ടപ്പം അല്ല കേട്ടോ. ഒറിജിനൽ കൊട്ടപ്പല്ല, കൊട്ടപ്പത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു കൊട്ടപ്പം. അപ്പോൾ ഇങ്ങനെ കുറേ സമയം വേറെ വെള്ളമൊന്നും കൂട്ടുന്നില്ല കേട്ടോ. മൈദയും മുട്ടയും പിന്നെ പഞ്ചസാര ഇത് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നുള്ളത്. വെള്ളം കൂട്ടിയെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ ഇതുവരെ വെള്ളം കൂട്ടിയിട്ട് കുഴച്ച് നോക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് അറിയില്ല. വെറും മുട്ട മാത്രം കൂട്ടിയിട്ടാണ് നല്ല പാങ്ങൽ ഇതുപോലെ കുഴച്ചെടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ല പാല കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷമില്ലേ, നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നല്ല പാങ്ങലെ കുഴച്ചെടുക്കുക. ആ കുഴച്ചെടുക്കുമ്പോഴാണ് അടിപൊളിയായിട്ട് വരുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പ് നല്ല പാല ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പാല 2 കൈയും വെച്ചിട്ട് കുഴച്ചെടുക്കുക. ഈ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇല്ലേ 2 കൈയിലും കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ പാത്രത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തില്ല കുറേ ടൈം, ഒരു കഴിഞ്ഞല്ലേ ഒരു 10 മിനിറ്റ് ഒന്നും ഇതുപോലെ കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ ഭയങ്കര ടൈറ്റിലാണ് പോകുന്നുള്ളത്. അത് കുറച്ച് സമയം ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിനെ നല്ല ബോൾസ് ആക്കിയിട്ട് ഒരു 4-5 ബോൾസ് ആക്കിയിട്ടില്ലേ, നമുക്ക് ഒരു സാധാരണ മീഡിയം തിക്നെസ്സിൽ നല്ല പങ്ങൽ ചപ്പാത്തി പരത്തുന്ന പലകയില്ലേ അതിൽ ഇതുപോലെ ആക്കിയിട്ട് പരത്തിയെടുക്കണം കേട്ടോ. നല്ലോണം തിളപ്പും വേണ്ട, നല്ലോണം തിക്കലും വേണ്ട, ഒരു മീഡിയം ആക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുത്തെങ്കിൽ മതി. പരത്തിയെടുത്തിട്ടിരുന്നൊക്കെ വെച്ചെങ്കിൽ നമുക്ക് ചെറിയ മരുന്നിൻ്റെ കുപ്പീൻ്റെ മൂടലുണ്ടാകുന്നില്ലേ, നമ്മൾ ഇപ്പോൾ മരുന്നെല്ലാം പിള്ളേർ പനീൻ്റെ മരുന്ന് അങ്ങനത്തെ കുപ്പീൻ്റെ മൂടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ കട്ടാക്കി എടുക്കലാണ്. കുഞ്ഞി കൊട്ട പോലെ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തെങ്കിൽ മതി. അടിപൊളിയായിട്ടുള്ള കൊട്ടപ്പം റെഡിയാണ്. പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ അല്ലേ, എണ്ണയിലത്തെ പിന്നെ മുക്കി പൊരിക്കുമ്പോൾ എണ്ണ കുടിക്കുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വേസ്റ്റ് ആകുന്നില്ല. ഈ പൊടി ഇട്ടിട്ട് കുഴക്കുമ്പോൾ പിന്നെ രണ്ടാമത് കുഴക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് തന്നെ ഇല്ല ചുറ്റുമാക്കിയിട്ട് ഞാൻ എടുക്കലാണ്. അല്ലെങ്കിൽ മാല പോലെ ആക്കിയിട്ട് എടുത്തെങ്കിൽ ബാക്കിയുള്ള വേസ്റ്റായത് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനല്ല ഭയങ്കര പാടാണ്. കാരണം പൊടിയിട്ടിട്ട് നമ്മൾ രണ്ടാമത് പരത്തി എടുക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ വേസ്റ്റ് ആക്കാതെ തരത്തിൽ ഇങ്ങനെ പരത്തി എടുക്കലാണ്. പിന്നെ നെയ്യിലാല കൂടിയെങ്കിൽ കുറേ എന്തെല്ലാം കോളാക്കിയിട്ടുള്ള വെക്കലുണ്ട്. കുറേ എണ്ണത്തിന് ഞാൻ സമ്മതിക്കലില്ല. പിന്നെ ഓൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ 1-2 പ്ലേറ്റ് ഇതുപോലെ പരത്തി വെക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടായി നമ്മൾ പുറത്ത് കൊടുക്കുന്നില്ലേ, നമുക്ക് ഉണ്ടാക്കിയിട്ട് തിന്നുന്നതാണെങ്കിൽ പ്രശ്നമില്ല. കാരണം പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായാലും കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ആരും സമ്മതിക്കല്ല കേട്ടോ അധികം ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ എൻ്റെ ഓരോന്നേറ്റ് ഒരു പ്ലേറ്റിൽ ഉള്ളത് ഒരു പ്രാവശ്യം ഞാനിതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കലാണ് എണ്ണയിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ട് പ്ലേറ്റിൽ റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഇതുപോലെ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുണ്ട് പരത്തി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നിന്നെയാണ്.
ഏകദേശം എൻ്റെ എണ്ണ എല്ലാം ചൂടായിട്ട് കിട്ടീന് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ എന്താക്കി ഓരോരോ പ്ലേറ്റിലെല്ലാം കൊണ്ടുവച്ചിട്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് ഓരോന്നിരുന്ന് പ്ലേറ്റിൽ ഇതുപോലെ ചുരിഞ്ഞെടുത്താൽ ഒട്ടിപ്പിടിക്കൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. നല്ല പങ്ങല എണ്ണ ചൂടായെങ്കിലേ എല്ലാം ഒന്നിച്ചിട്ടിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് കുറേ വലിയ ചട്ടിയാണെങ്കിൽ ഇത് ഏകദേശം നല്ല വലിയ ചട്ടിയാണ്, ഒരു 3 ലിറ്റർ എണ്ണ പിടിക്കുന്ന ചട്ടിയാണ്. അപ്പോൾ 1 ലിറ്റർ ഇട്ടിട്ടാകുമ്പോൾ എൻ്റെ ഒരു 1/4 ഭാഗം കൂടി ആയിട്ടില്ല കേട്ടോ ഇതിലെണ്ണ. ഞാൻ പിന്നെ കുറച്ച് അപ്പയല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് 1 ലിറ്റർ എണ്ണ മാത്രമാണ് കേട്ടോ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം കണ്ടില്ല അടിപൊളിയായിട്ട് എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മുക്കി കോരിയിട്ട് എടുക്കണം. അത്ര തന്നെ കേട്ടോ, ഒരു 3 മിനിറ്റ് നേരം എണ്ണയിലിട്ടാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കൊട്ടപ്പം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഓർഡേഴ്സാണ് ഇത്, ഗൾഫിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തു വിട്ടിട്ട് വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക. ഈ നോമ്പെടുത്തിട്ട് മടിയുണ്ടെങ്കിലും ഇതുപോലെ സെയിലാക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി മടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊടുക്കല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷം കൂടിയുണ്ട്. ഈ റമദാനിൽ കുറേ ഓർഡേഴ്സ് ഇതുപോലെ വന്നിട്ടുണ്ട്. കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ അപ്പങ്ങളും കൂടുതലും ഞാൻ ചാനലിട്ട സെയിം അപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ഇതുപോലെ ഇടാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് റമദാനിൽ കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാരണം വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് അപ്പം ചൂടാൻ കുറേ പാടാണ് കേട്ടോ. അല്ലെങ്കിൽ പകുതി പണിയേ നമുക്കാകുന്നുള്ളൂ. ഇത് നമുക്ക് വീഡിയോ എടുത്തും കൊണ്ട് ചെയ്യുമ്പോൾ കുറേ പണിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായാലും ചെയ്യുന്നത് കൊണ്ട് കുറേ പണിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് എനിക്ക് ഇതുവരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാതെ ആരും നോക്കരുത്. വീഡിയോസ് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അപ്പലെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പലെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ആയിട്ട് ഇത് പാക്ക് ചെയ്യുന്നുണ്ട്. കാരണം രാത്രിയായിരുന്നു, നോമ്പൊക്കെ തുറന്നിട്ട് രാത്രിയായിരുന്നു ഈ അപ്പത്തിൻ്റെ പണി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം രാത്രിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങി രാവിലെ അടിച്ചിട്ടായിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നുള്ളത്. കാരണം വെച്ചാൽ ഒരേ സമയം തന്നെ ചൂടോടെ നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റില്ല. തണിഞ്ഞിട്ട് വേറൊരു കവർ വലിയൊരു കവറിലാക്കി വെച്ചതിന് ശേഷം ഞാൻ രാവിലെ പാക്ക് ചെയ്ത് വെച്ചാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തിന്നാനോട് ഇതുപോലത്തെ ഐറ്റംസിനോട് ഇഷ്ടമില്ലെങ്കിലും ഇതുപോലെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, കാണുമ്പോൾ നല്ല കുഞ്ഞു കൊട്ടയപ്പായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളിന് ഇതുപോലെ ആർക്കെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. കുറേ ഓർഡേഴ്സ് ഒന്നും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ നോമ്പ് നോക്കിയിട്ട് കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ചുട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതും കൂടി പാടാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു ഓർഡേഴ്സ് ഞാൻ എടുക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിരിക്കും നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.